നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി പ്രസിഡന്റും നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ കാര്യനിർവാഹക സമിതി അംഗവുമായ EN നന്ദകുമാർ രചിച്ച അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം BJPയുടെ കേരളത്തിലെ പ്രഥമ ഓർഗനൈസിംഗ് സെക്രട്ടറി K. രാമൻപിള്ള നിർവഹിച്ചു. ഞാൻ മൊത്തം അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും 28 പുസ്തകങ്ങളാണ് വായിച്ചത്. അതിൽ നിന്ന് 22 ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. സമാനമായ മുമ്പത്തെ എന്റെ പുസ്തകം വൈദ്യുത സത്യാഗ്രഹമായിരുന്നു. 47 പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചത് ആ വൈദ്യുത സത്യാഗ്രഹത്തിന് വേണ്ടി മാത്രം. കാരണം നമ്മുടെ ചരിത്രകാരന്മാരെന്ന് പറയുന്ന ആളുകൾ വായിക്കാതെ കണ്ട് രചിക്കുന്ന പുസ്തകങ്ങള് പഠിപ്പിക്കുന്ന, അങ്ങനെ പഠിച്ച് പാഠപുസ്തകത്തിൽ പോയി പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിച്ച ഒരാളാണ് ഞാൻ. എഴുതുന്നുണ്ട്. അതാണ് ജോൺ പറഞ്ഞല്ലോ ഗിരീഷിന്റെ കാര്യം. ഗിരീഷ് എന്ന ആർട്ടിസ്റ്റ് ഒരു ചിത്രം വരച്ച കാര്യം പോലും അതിന്റെ റെഫറൻസ് പോലും ഈ അവസാനം തടവുകാരുടെ ലിസ്റ്റിൽ, നിസാം തടവുകാരുടെ ലിസ്റ്റിലെ നന്ദകുമാർ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോ ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. അതാണ് നന്ദകുമാർ ഇപ്പോ അടിയന്തരാവസ്ഥയുടെ ഈ 50ാം വാർഷിക വേളയിൽ ചെയ്തിരിക്കുന്നത്. എന്താണ് ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചത്? ഇന്ദിരാഗാന്ധിയുടെ കേസ് സെറ്റ് അസൈഡ് ചെയ്ത് മെമ്പറില്ലാതെയായി, പ്രധാനമന്ത്രി അല്ലാതെയായി. അപ്പോൾ ഒരു കണ്ടവർ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ അറിയാമായിരുന്നു. അത്തരം ആളുകളെ, അതോടൊപ്പം തന്നെ അമ്മമാരെ സഹായിച്ച ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത സകലരുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, പ്രണാമം അർപ്പിക്കുന്നു. കുന്നംകുളം MLA ആയിരുന്ന TK കൃഷ്ണന്റെ സഹോദരന്റെ മകൻ TK പ്രസാദ് താമസിച്ചിരുന്ന സെന്റ് തോമസ് ഹോസ്റ്റലിലെ മുറിയിൽ ചെന്ന് ഇനി ഞാനും കൂടി സംഘടനാ പ്രവർത്തനം നടത്താം. അപ്പോൾ എന്നോട് ചോദിച്ചു, കഴിഞ്ഞ വർഷം താനൊന്നും നടത്തിയില്ലല്ലോ, എല്ലാവരും പ്രവർത്തനത്തെ നിർത്തുന്ന സമയത്താണോ നിങ്ങൾ ആരംഭിക്കുന്നത്? അതൊന്നും എനിക്കറിഞ്ഞൂടാ, എന്തെങ്കിലും നടത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സംഘടനയുടെ ചുമതലകൾ ഏറ്റെടുത്ത തിരുവനന്തപുരം സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് M. ഗോപാൽ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകൻ T. സതീശൻ ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ TP ശങ്കരൻകുട്ടി, CP ജോൺ, P. രാജശേഖരൻ, MKN അരുൺ എന്നിവർ സംസാരിച്ചു. അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്ത K. രാമൻപിള്ള, പുരുഷോത്തമൻ എന്നിവരെ ആദരിച്ചു. ബാബു രാജേന്ദ്ര പ്രസാദ് വന്ദേമാതരം അവതരണം നടത്തി. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റുകുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.